ടി പത്മനാഭൻ്റെ കഥയും പൊരുളും എന്ന പുസ്തകമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ കഥകൾ, അനുഭവങ്ങൾ, അതുപോലെ അഭിമുഖങ്ങൾ, പഠനങ്ങൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ 4ാമത്തെ ഭാഗം കഥാകഥനം എന്ന തലക്കെട്ടോട് കൂട്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതാണ് ഇന്നത്തെ വായന. പള്ളിക്കുന്നിലെ രാജേന്ദ്രൻ നഗർ കോളനിയിൽ പകൽ ഉണർന്നിരിക്കുന്നു. 15-ാം നമ്പർ വീട്ടിന് മുന്നിലെ മാവിൻ ചില്ലകൾക്കിടയിലൂടെ ചാഞ്ഞിറങ്ങുന്ന വേൽനാളങ്ങൾ. കിളികളും കാക്കകളും അണ്ണാനും സ്വൈരസല്ലാപത്തിലാണ്. ജീവന്റെ വഴി എന്ന കഥയിലൂടെ അനുഭവിച്ചറിഞ്ഞ ആ മുരിങ്ങയുടെ സഹോദരി കവാടത്തിൽ തലയുയർത്തി നിൽക്കുന്നു. വീടിനോട് ചേർന്ന് നിന്നിരുന്ന മുരിങ്ങ ഒരു വൈകുന്നേരം പൊട്ടി വീണപ്പോൾ കഥാകാരൻ്റെ മനസ്സിലുണ്ടായ വേദനയും പിടച്ചിലും എത്ര തീവ്രമായാണ് ജീവന്റെ വഴി എന്ന കഥ നമ്മെ അനുഭവിപ്പിച്ചത്. ജീവിതത്തിൻ്റെ മഹാദുരിതങ്ങൾക്കപ്പുറത്ത് വെളിച്ചം കാണിക്കുന്ന എന്തോ ഒന്ന് പത്മനാഭൻ കഥകൾക്കുണ്ട്. നേർത്ത പ്രത്യാശ, ഒരിറ്റ് കാരുണ്യം, ഒരു കുമ്പിൾ ദയ. ജീവന്റെ വഴി എന്ന ഒരൊറ്റ കഥ മതി വയലാർ അവാർഡ് പത്മനാഭന് നൽകാൻ എന്ന എം ലീലാവതിയുടെ വാക്കുകൾ ഓർത്തുപോയി. കഥയിലെ മുരിങ്ങ ഇന്നില്ല. ഇപ്പോഴുള്ളത് അതിൻ്റെ കൂടപ്പിറപ്പാണ്. അതിൻ്റെ ശാഖകളിലൊന്നിൽ ഒരു വണ്ണാത്തിപ്പുള്ള് ചിറകനക്കിക്കൊണ്ടിരിക്കുന്നു. കവാടത്തിൽ എതിരേറ്റത് കുട്ടനാണ്, ടി പത്മനാഭൻ്റെ പുതിയ കഥയിലെ നായകൻ. കുട്ടന് കൂട്ടായി കുറേ പൂച്ചകളുണ്ട്. കുട്ടൻ്റെ അമ്മ സുന്ദരി, ഹാപ്പി. അങ്ങനെ പേരുള്ളവരും ഇല്ലാത്തവരും, പിന്നെ കുറേ നാടൻ നായ്ക്കളും. എല്ലാവരും അങ്ങാടിയിൽ നിന്ന് അഭയം തേടി എത്തിയവരാണ്. ബ്ലാക്കിയാണ് അവരുടെ നേതാവ്. ഏകോദര ജീവികളായി കഴിയുന്നവർ. തൊടിയിലും വരാന്തയിലും അകത്തളങ്ങളിലുമെല്ലാം അവർ യഥേഷ്ടം കയറിയിറങ്ങുന്നു. അകത്ത് രാമചന്ദ്രനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കുകയാണ് കഥാകാരൻ. രാമചന്ദ്രനും പത്മനാഭൻ കഥകളിലെ കഥാപാത്രം തന്നെ. നന്മ നിറഞ്ഞ നാട്ടിൻപുറത്തുകാരൻ. മിൽമാപ്പാൽ പായ്ക്കറ്റുകൾ അച്ചുവേട്ടൻ്റെ പീടികയിൽ നിന്നെടുത്ത് ആ പ്രദേശം മുഴുവൻ വിതരണം ചെയ്യുന്ന നല്ലവനായ ശമരിയാക്കാരൻ. ജീവിതാനുഭവങ്ങളുടെ നേർ ചിത്രങ്ങളാണ് പത്മനാഭൻ്റെ കഥകൾ. ജീവിതവും സാഹിത്യവും രണ്ടല്ല. എൻ്റെ കഥ എൻ്റെ ജീവിതമാണെന്ന് ഞാൻ പറയും. എൻ്റെ കഥകളിലൂടെ, എൻ്റെ സൃഷ്ടികളിലൂടെ എന്നെ മനസ്സിലാക്കാം. കഥയിൽ നിന്ന് വേറിട്ട ജീവിതമോ ജീവിതത്തിൽ നിന്ന് വേറിട്ട കഥയോ പത്മനാഭനില്ല. കഥയിലും ജീവിതത്തിലും പത്മനാഭൻ കുറിച്ചിട്ട വാക്കുകളിലെ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വീട്ടിനകത്തേക്ക് കയറിയത്. നടുമുറിയിലെ ഡൈനിങ് ടേബിളിലും ടീപ്പോയിലും പത്രങ്ങൾ, തലേ ദിവസം തപാലിലെത്തിയ റാപ്പിളാകാത്ത ആനുകാലികങ്ങൾ, വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും വന്നെത്തിയ ചെറുതും വലുതുമായ പുസ്തകങ്ങൾ, പുരസ്കാരങ്ങളും പുസ്തകങ്ങളും നിറഞ്ഞ അലമാര. അകത്ത് ഫോണിൽ സംസാരിക്കുകയാണ് കഥാകാരൻ. മലയാള കഥയിലെ കാലഭൈരവൻ. കവിതയോട് അടുത്തു നിൽക്കുന്ന ഭാഷ, ഭാവവും സംഗീതവും അസാധാരണമായ കൈയടക്കത്തോടെ കഥയിൽ ലയിപ്പിച്ചെടുക്കുന്ന രചനാതന്ത്രം. ഒട്ടും സ്ഥൂലമാകാത്ത ശൈലി. നൊമ്പരങ്ങളെയും ദുഃഖത്തെയും മാത്രമല്ല, ആഹ്ലാദകാരിയായ വിലോല നിമിഷങ്ങളെയും അടക്കിയ ശബ്ദത്തിൽ നമ്മളിലേക്ക് ഊഷ്മളമായ അനുഭവമായി പകർന്നു തരുന്നുണ്ട് പത്മനാഭൻ. ഓജസ്സാർന്ന ചെറിയ ചെറിയ വാക്യങ്ങളിലൂടെ വലിയ വികാരപ്രപഞ്ചം സൃഷ്ടിക്കുക. തികച്ചും മൗലികവും വ്യത്യസ്തവും കഥാസന്ദർഭങ്ങളിലൂടെ അനുവാചക മനസ്സിനെ അനുഭൂതി സാന്ദ്രമാക്കുക. പത്മനാഭൻ കഥകളുടെ മാത്രം സവിശേഷതയാണിത്. കഥകളിൽ കാണുന്ന അതിലോലമായ സ്നേഹധാര ജീവിതത്തിൽ കൊണ്ടു നടക്കാത്ത എഴുത്തുകാരനാണ് ടി പത്മനാഭൻ. ചിന്തിച്ചുറച്ചെയ്തുവിടുന്ന വജ്രശരങ്ങളാണ് ഈ എഴുത്തുകാരൻ്റെ വാമൊഴികൾ. നിർദ്ദയവും നിരങ്കുശവുമായ വാക്ശരങ്ങൾ. നേരിൽ ചാലിച്ചെടുത്ത ആ വാക്കുകൾ ചില വേളകളിൽ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കാൻ പോന്നവയാണ്. അവ പലപ്പോഴും സാഹിത്യ ലോകത്തിൻ്റെ അതിരുകൾ കടന്ന് സാമൂഹ്യ ജീവിതത്തിലും ചലനങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്നു. പത്മനാഭനോടൊപ്പം സംസാരിക്കാൻ ഉറച്ചാണെത്തിയത്. എങ്ങനെ തുടങ്ങും? എന്തായിരിക്കും പ്രതികരണം? എന്തും തുറന്നടിക്കുന്ന പ്രകൃതമാണ്. വളച്ചുകെട്ടില്ല. തൻ്റെ ഇടവും കൂസലില്ലായ്മയും ബാല്യകൗമാരങ്ങളിലെ ഒറ്റപ്പെടലും ഏകാന്തതയും സൃഷ്ടിച്ചതാവണം ഈ ധാർഷ്ട്യം. ആരുടെ മുമ്പിലും നെഞ്ചുയർത്തി നിൽക്കണമെന്ന വാശി, ആർക്കും തോൽപ്പിക്കാനാവരുതെന്ന നിർബന്ധം. മദ്രാസ് ജീവിതത്തിനിടയിൽ പറഞ്ഞു കേട്ട ഒരു സംഭവമുണ്ട്. ചൈന ബസാറിലെ ലോ കോളേജിൽ പഠിക്കുന്ന കാലം. ട്രിപ്ലിക്കേഷനിലെ മലബാർ മുസ്ലിം ഹോസ്റ്റലിലാണ് താമസം. ഒരു നാൾ ബസ്സിൽ യാത്ര ചെയ്യാനുള്ള ഒരണ
ഇന്നത്തെ 6 പൈസ എടുക്കാൻ മറന്നുപോയി. കണ്ണൂരുകാരായ നിരവധി വിദ്യാർത്ഥികൾ കൂടെയുണ്ട്. സ്ഥിരമായി യാത്ര ചെയ്യുന്ന ബസ്സുമാണ്. വേണമെങ്കിൽ കടം പറയാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് കടം വാങ്ങിക്കാം. എന്നാൽ പത്മനാഭൻ അതിനൊന്നും തയ്യാറായിരുന്നില്ല. പകരം ലോ കോളേജിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് നടന്നു. പൊരിവെയിലിൽ തളർന്നവശനായി മണിക്കൂറുകൾ കഴിഞ്ഞ് ഹോസ്റ്റലിലെത്തി. ഒരണ ചോദിക്കാൻ തയ്യാറല്ലാത്ത ആ ധാർഷ്ട്യം അദ്ദേഹത്തിൻ്റെ രക്തത്തിലലിഞ്ഞതാണ്. ആരുടെ മുന്നിലും മുട്ടുമടക്കാൻ പത്മനാഭൻ ഒരുക്കമല്ല. പിന്നീട് ഫാക്ടറിയിൽ ജോലിയിൽ തുടരുമ്പോഴും ഒരുവിധ ഒത്തുതീർപ്പിനും തയ്യാറായില്ല. ഉറച്ച നിലപാടിൻ്റെ ഭാഗമായി വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിലേക്ക് നയിച്ചു ഈ മനോഭാവം. കോടികളുടെ തിരിമറി നടത്താവുന്ന വകുപ്പിൻ്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജരായി പിരിയുമ്പോൾ അഴിമതിയുമായി ദീർഘകാലം പൊരുതിയതിൻ്റെ ചാരിതാർത്ഥ്യം മാത്രമായിരുന്നു നീക്കിയിരിപ്പ്. അതാണ് പത്മനാഭൻ. ആശങ്കയുടെ നിഴൽ നീക്കിക്കൊണ്ട് സംസാരിച്ചു തുടങ്ങിയത് കഥാകാരൻ തന്നെ. മൃദുവായി, സൗമ്യമായി, വൈകാരികമായി, പ്രക്ഷുബ്ധമായി. ഹൃദയം പകർന്ന ആ വാക്കുകളിൽ ലയിച്ച് ഒരു പകൽ മുഴുവൻ. പിന്നീട് പല ദിവസങ്ങളിലായി പല കാര്യങ്ങളെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ, ഒപ്പമുള്ള യാത്രകൾ, സാഹിത്യ സംബന്ധിയായ യോഗങ്ങളിൽ ഒന്നിച്ച് പല വേദികളിൽ, ദൈനംദിനമുള്ള ഫോൺ വിളികൾ. അങ്ങനെ ആ ബന്ധം നാൾക്കുനാൾ വളർന്നു. പലരിൽ നിന്നും കേട്ടറിഞ്ഞ പരുക്കനായ മനുഷ്യനല്ല പത്മനാഭനെന്ന് അനുഭവിച്ചറിയുകയായിരുന്നു ആ സമ്പർക്കങ്ങൾ. ജീവിതത്തിലുടനീളം പൊട്ടിത്തെറിക്കുന്ന ധീരത പുലർത്തിയ എഴുത്തുകാരനാണ് പത്മനാഭൻ. പ്രബുദ്ധതയുടെ ധിക്കാരമുണ്ട് ആ വാക്കുകളിൽ. പ്രക്ഷുബ്ധമാണ് ആ മനസ്സ്. കേട്ടറിഞ്ഞവർക്ക് പരുക്കൻ, അടുത്തറിഞ്ഞവർക്ക് ആർദ്രമാനസൻ. മനുഷ്യരുടെ നീറുന്ന പ്രശ്നങ്ങൾ നിരവധിയുള്ളപ്പോൾ ഇയാൾ പൂച്ചകളെയും പട്ടികളെയും കുറിച്ച് എഴുതുന്നു എന്ന് ആക്ഷേപിക്കുന്നവരുണ്ട്. അന്യരുടെ ദുഃഖങ്ങളിൽ അത് മനുഷ്യരോ പക്ഷികളോ പൂച്ചകളോ എന്തുമാകാം. എപ്പോഴും സഹതപിക്കാനുള്ള കഥാകാരൻ്റെ മനസ്സ് തന്നെയാകാം അതിനുള്ള പ്രേരക ഘടകം. സംസാരിച്ചിരിക്കുന്നതിനിടയിൽ വീടിന് പുറത്ത് മീൻകാരനെത്തി. നമ്മുടെ അന്തേവാസികളുടെ പ്രസാദത്തിൻ്റെ സമയമായി എന്ന് പറഞ്ഞ് കഥാകാരൻ പ്ലാസ്റ്റിക് കവറുമായി പുറത്തേക്ക്. കവർ നിറയെ മീൻ വാങ്ങി അകത്തും പുറത്തുമുള്ള പൂച്ചകൾക്കും നായ്ക്കൾക്കുമെല്ലാം വീതിച്ചു നൽകി. സമൃദ്ധമാണ് അവരുടെ ജീവിതം. അങ്ങാടിയിൽ നിന്നെത്തുന്ന റൊട്ടിയും പാലും ബിസ്ക്കറ്റുമെല്ലാം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് 4-ാമത്തെ ഭാഗം.